എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചിട്ടുള്ള ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചിട്ടാണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു വിദ്യ പ്രയോഗിക്കുന്നത് വഴി ഐശ്വര്യവും സമ്പത്തും അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു താന്ത്രിക വിദ്യ പ്രയോഗിക്കുന്നതിലൂടെ തന്നെ മനസ്സിലാവുന്നതാണ്. ഒരു 5 രൂപ ഒറ്റ നാണയം കൊണ്ട് നമുക്ക് എങ്ങനെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരാൻ കഴിയും എന്നാണ് ലളിതമായ ഈ ഒരു താന്ത്രിക വിദ്യയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ഇല്ലാത്ത ആരും തന്നെയില്ല. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റവും ഉണ്ടാകും. അങ്ങനെ നമുക്ക് സാമ്പത്തികമായി ഉയർച്ച വരാനും ഐശ്വര്യം വരാനും ഇതുപോലെയുള്ള താന്ത്രിക വിദ്യകൾ ചെയ്യുന്നത് വഴി സഹായിക്കും. 5 രൂപ കൊണ്ട് എന്തുണ്ടാക്കാനാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോയിൽ കാര്യമില്ല. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയും മനസ്സ് അർപ്പിച്ച് ദൈവത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഫലമുണ്ടാവുക. ഒട്ടനവധി പേർക്ക് 100% റിസൾട്ട് ലഭിച്ചിട്ടുള്ള ഒരു വിദ്യയാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ ഒരു അറിവ് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. ജീവിതത്തിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തിക നേട്ടം ഉണ്ടാകാത്തവർ ഒരുപാടുണ്ട്. മറിച്ച് ചിലരാവട്ടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടുതലായിട്ടുള്ളവരാണ്. അവർക്ക് സമ്പത്തും സൗഭാഗ്യവും തുടരെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകാത്തവർക്കും വേണ്ടിയുള്ള ഒരു പരിഹാരമാണിത്. ഈ ഒരു കർമ്മം നിർവഹിക്കാനായിട്ട് നമുക്ക് 5 രൂപയുടെ ഒരൊറ്റ നാണയം ആവശ്യമാണ്. അത് നിങ്ങൾക്ക് പൂജാമുറിയിൽ വെച്ച് പൂജിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പൂജിച്ചതിന് ശേഷമോ ഉപയോഗിക്കാവുന്നതാണ്. ഏതൊരു കർമ്മവും ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അതിന് ഫലം ലഭിക്കുകയുള്ളൂ. അല്ലാതെ തമാശയ്ക്ക് ചെയ്തതിൽ ഒരു ഫലവും ലഭിക്കാനില്ല. മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ആ വീഡിയോയിലും മറ്റും ഒരുപാട് പേർക്ക് ഫലം സിദ്ധിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ഈ ഒരു കർമ്മം നിർവഹിക്കുക. അതുപോലെ തന്നെ മനസ്സും ശരീരവും ഒരേപോലെ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രം ഈ ഒരു കർമ്മം നിർവഹിക്കുക. അതായത് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിക്കുക. സമ്പത്ത് വന്നു ചേരാൻ ചെയ്യുന്ന ഒരു കർമ്മമായതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി അനുഗ്രഹം നമുക്ക് കൂടിയേ തരൂ. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട്. കാരണം ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന ദിവസമാണ്. അതായത് മഹാലക്ഷ്മി സാന്നിധ്യം കൂടുതലായിട്ടുള്ള ദിവസങ്ങളാണ് ചൊവ്വ, വെള്ളി ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ഈ കർമ്മം നിർവഹിക്കാൻ നോക്കുക. 5 രൂപയ്ക്ക് പുറമെ നമുക്ക് കടുക് കൂടി ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു കർമ്മം ചെയ്യാനായി നമ്മൾ പുതുതായിട്ട് ഒരു പാക്കറ്റ് കടുക് വാങ്ങണം. അല്ലാതെ അടുക്കളയിൽ നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന കടുക് എടുത്ത് ഈ ഒരു കർമ്മം നിർവഹിക്കരുത്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് പുതുതായിട്ട് കടുക് വാങ്ങുക. അതുപോലെ തന്നെ ഈ കടുക്, അതുപോലെ 5 രൂപ നാണയം ഇട്ട് വയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു പാത്രം, ഒരു ചെറിയ പാത്രം മതിയാകും. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അടിച്ചുറപ്പുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ മൺപാത്രമോ സ്ഫടിക പാത്രമോ ആയിരിക്കും ഉത്തമം. സ്റ്റീൽ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ സ്ഫടിക പാത്രം കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ അതിലൊരു 1/4 ഭാഗത്തോളം കടുക് നിറയ്ക്കുക. അതുകൊണ്ട് തന്നെ വലിയ പാത്രങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 100 ഗ്രാം കടുകൊക്കെ ഒരു 1/4 ഭാഗത്തോളം വരുന്ന രീതിയിലുള്ള പാത്രം എടുത്താൽ മതി. അപ്പോൾ അതേപോലെ നിങ്ങൾ പാത്രത്തിൽ കടുക് നിറയ്ക്കുക. അതിലേക്ക് ഈ 5 രൂപ നാണയം ഇട്ട് വയ്ക്കുക. അതായത് 5 രൂപ നാണയം ഇട്ടതിന് ശേഷം കടുക് കൊണ്ട് നന്നായി ഈ നാണയം മൂടിയിട്ടുണ്ടാവണം. നാണയം പുറത്ത് കാണാൻ പാടില്ല. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. അതുപോലെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ആയിരിക്കണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു
ഏത് ദിവസം മുതലാണോ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ആരംഭിക്കാവുന്നതാണ്. അതായത് ഈ ഒരു കർമ്മം ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റതിന് ശേഷം കുളിച്ച് ശുദ്ധമായി 6 മണിക്കും 7 മണിക്കും ഇടയിലായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിക്കുക. അതായത് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ വേണം ഈ ഒരു കർമ്മം ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്ത് വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വരുന്ന വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം വീണ്ടും നമ്മൾ രാവിലെ 6 മണിക്ക് 7 മണിക്കും ഇടയിലുള്ള സമയത്ത് ഇതേപോലെ തന്നെ മറ്റൊരു 5 രൂപ നാണയം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്തും ഈ ഒരു കർമ്മം നിർവഹിക്കാം. അങ്ങനെ നിങ്ങൾ ഒരു മാസം ഈ ഒരു കർമ്മം നിർവഹിക്കണം. അതായത് ഓരോ മാസം 4 ആഴ്ചകൾ ഉണ്ടാവും. അതിൽ എല്ലാ ചൊവ്വയും വെള്ളി ദിവസങ്ങളിലും ഈ ഒരു കർമ്മം നിർവഹിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 8 5 രൂപ നാണയങ്ങൾ ഈ ഒരു കർമ്മത്തിനായി ആവശ്യം വരും. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്യുക, മുടക്കം വരാതെ ചെയ്യുക. എന്നാലും ഏതെങ്കിലും ഒരു ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഒരു ദോഷവും വരാനില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ഫലം വൈകാനോ അല്ലെങ്കിൽ ആ ഫലത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. നിങ്ങളൊരു ചൊവ്വാഴ്ച മുതൽ ഈ ഒരു കർമ്മം ആരംഭിച്ച് തുടങ്ങുക. അങ്ങനെ ഒരു മാസം കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിക്കുക. ഓരോ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലായിട്ട് ഓരോ 5 രൂപ നാണയങ്ങൾ ഈ ഒരു കടുക് ഇട്ടുവെച്ച പാത്രത്തിൽ നിക്ഷേപിക്കുക. ഇട്ടുവെച്ച നാണയം പുറത്ത് കാണാൻ പാടില്ല. അതുകൊണ്ട് കടുക് നല്ല രീതിയിൽ 5 രൂപ നാണയത്തെ മൂടിയിട്ടുണ്ടാവണം. അങ്ങനെ 8 5 രൂപ നാണയങ്ങൾ ഒരു മാസം നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ ഒരു കർമ്മം നിർവഹിച്ചതിന് ശേഷം നമുക്ക് ഈ കടുക് ഇട്ട് വെച്ച പാത്രം ഭദ്രമായി അടച്ചു വെച്ച് നിങ്ങൾ ദീപം കത്തിക്കുന്ന പൂജാമുറിയിലോ മറ്റോ സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അടുക്കളയിലോ മറ്റോ സൂക്ഷിക്കാവുന്നതാണ്. നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിക്കുക. പിന്നെ അതേപോലെ സ്ത്രീകളാണ് ഈ ഒരു കർമ്മം നിർവഹിക്കുന്നതെങ്കിൽ ആർത്തവ സമയത്ത് ചെയ്യുന്നതിലും യാതൊരു പ്രശ്നവുമില്ല. കാരണം പൂജാ സംബന്ധമായിട്ടുള്ള ഒരു കർമ്മമല്ല ഇത്. അതുകൊണ്ട് തന്നെ ആർത്തവ സമയത്ത് ഈ ഒരു കർമ്മം നിർവഹിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ മനസ്സിൽ പൂർണ്ണമായ വിശ്വാസവും ഭക്തിയും ഉണ്ടായാൽ മാത്രം മതി. ഈ ഒരു കർമ്മം മുടങ്ങി പോവുകയാണെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ഈ ഒരു കർമ്മം ആദ്യം മുതലേ തന്നെ വീണ്ടും ആരംഭിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ കൃത്യമായിട്ടുള്ള ഗുണവും ഫലവും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മുടങ്ങാതെ ചെയ്യുക. ഒരു മാസം നമ്മൾ മുടങ്ങാതെ ഈ ഒരു കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 8 5 രൂപ നാണയങ്ങൾ ഉണ്ടായിരിക്കും. അത് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ചത്തേക്കാണ് ഒരു മാസത്തിൻ്റെ അവസാനം നമ്മൾ നാണയം നിക്ഷേപിക്കുന്നതെങ്കിൽ ആ വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച വേണം നമ്മൾ ഈ നാണയം എടുക്കാനായിട്ട്. നാണയം എടുക്കേണ്ട സമയം എന്ന് വെച്ചാൽ രാഹുകാലം ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ ഒരു നാണയം എടുക്കാനായിട്ട്. രാവിലെയും വൈകുന്നേരവും വരുന്ന രാഹുകാലത്ത് നമ്മൾ ഈ ഒരു നാണയം കടുകിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പാടില്ല. അതേപോലെ ഒരു മാസം ആവുമ്പോഴേക്ക് ഒരു 40 രൂപയോളം വരും ഈ ഒരു പൈസ. അത് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ മറ്റുള്ളവർക്ക് ഈ ഒരു പൈസ ദാനമായിട്ട് നൽകുക, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ നിങ്ങൾ കാണിക്കയായിട്ട് ഈ ഒരു പൈസ നിക്ഷേപിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണമായിട്ടോ എന്തെങ്കിലും സാധനങ്ങളായിട്ടോ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഈ ഒരു രൂപ ചെലവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള കടുക് നെഗറ്റീവ് ഊർജത്തെ നമ്മളെ വീട്ടിൽ നിന്നും അതുപോലെ നമ്മളിൽ നിന്നും അകറ്റാനുള്ള കഴിവുള്ളതാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട 5 രൂപയുടെ നാണയം കടുകിനുള്ളിൽ വയ്ക്കുന്നത് വഴി വീട്ടിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഈ ഒരു കർമ്മം നിർവഹിച്ചിട്ട് ഇതിലൂടെ നല്ല സാമ്പത്തിക ഭദ്രതയും അതുപോലെ തന്നെ വീട്ടിലേക്ക് നല്ല ഐശ്വര്യവും വന്നിട്ടുണ്ടെന്ന് ബോധ്യമായിട്ടുള്ള ഫലം ലഭിച്ചിട്ടുള്ള ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ഈ ഒരു കർമ്മം നിർവഹിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.